ഹലോ, അപ്പൊ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, നമുക്ക് ഇന്ന് കുറച്ച് അന്താരാഷ്ട്ര കാര്യങ്ങൾ, കുറച്ച് ഇന്റർനാഷണൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. വേറൊന്നുമല്ല, ഞാൻ അങ്ങോട്ട് വന്നപ്പോൾ കുറെ പേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ UK പോയിട്ട് ഓൾമോസ്റ്റ് 2 വർഷമൊക്കെ ആവാനായില്ലേ, UK ലൈഫ് എങ്ങനെ പോകുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അടുത്ത് ഞാൻ പറയാം. പിന്നെ കുറെ പേര് അവർ പറയണ്ടായിരുന്നു എനിക്ക് UK വരാൻ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയണ്ടായിരുന്നു. പിന്നെ കുറെ പേരിന്റെ അടുത്ത് ചോദിച്ച ചോദ്യമാണ്, നമുക്ക് ഇവിടെ വന്നുകൊണ്ട് പാർട്ട് ടൈം എടുത്തിട്ട് നമ്മളെ ലോണും കാര്യങ്ങളൊക്കെ അടച്ചു തീർക്കാൻ പറ്റുമോ എന്നൊക്കെ എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറയാം. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ലോൺ എടുക്കാണ്ടേ വന്നത്. കാരണം ഞാൻ ഫസ്റ്റ് ലോൺ എടുക്കാൻ പോയ സമയത്ത് ബാങ്കിലവരുടെ അടുത്ത് പറഞ്ഞു നമ്മളവിടുത്തെ ഫീസും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് നമ്മൾ അടച്ചാലാണ് നമുക്ക് അവർ ലോൺ സാങ്ഷൻ ചെയ്ത് തരുള്ളൂ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ലോൺ എടുക്കാണ്ട് പോകുന്ന ആളാണ്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ചു ലോണൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറെ പേരിൻ്റെ അടുത്ത്. അപ്പം ഞാൻ അവരുടെ ലോൺ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ റിപ്ലൈ ഇങ്ങനെയാണ്: സമാധാനം, ലോൺ എടുക്കാണ്ട് വന്ന് സമാധാനം. കാരണം ഇപ്പം അവർ എടുത്തവർ തന്നെ കുറെ ഇൻട്രസ്റ്റ് അടച്ച് പോയിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം അതെനിക്ക് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് സമാധാനം ഉണ്ടെന്ന്. കാരണം ലോൺ എടുക്കാണ്ട് വന്നിട്ട് പിന്നെ എനിക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ ബാക്കി ഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടാണ് അടച്ചത്. ഇവിടെ വന്നിട്ട് പാർട്ട് ടൈം ചെയ്ത് കണ്ടാണ് ഞാൻ അടച്ചത്. എല്ലാവർക്കും അത് പറ്റിക്കോളണമെന്നില്ല. അതുകൊണ്ട് കൂടുതൽ അതിന് പ്രൊമോട്ട് ചെയ്യില്ല. കാരണം എനിക്ക് വന്നപ്പോൾ എനിക്ക് ഓക്കെ, എനിക്ക് നല്ല ജോലി കിട്ടുകൊണ്ട് എനിക്ക് എൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ അടച്ചു തീർക്കാൻ പറ്റി. ബാക്കിയുള്ള ക്യാഷ് കുറച്ച് നാട്ടിലേക്ക് അയക്കാനും അതുമാതിരി തന്നെ എനിക്ക് എൻ്റെ ബാക്കി വിസയ്ക്കുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് സ്മൂത്തായി ഡീലായി പോയി. അതുകൊണ്ട് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാവരും കാര്യം എനിക്കറിയില്ല. ചിലവർക്ക് പറ്റും, ചിലവർക്ക് പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ലോണിൻ്റെ കാര്യങ്ങൾ ഞാൻ കൂടുതൽ പ്രൊമോട്ട് ചെയ്യില്ല. പിന്നെ ഇവിടെ വന്നിട്ട് ക്യാഷ് നമുക്ക് ഏൺ ചെയ്ത് അടയ്ക്കാൻ പറ്റി ചോദിച്ചാൽ പറ്റുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. അത് വേറെ കാര്യം, നമ്മൾ ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അതുമാതിരി തന്നെ ഞാൻ എൻ്റെ 21 വയസ്സിലാണ് UK ഇങ്ങോട്ട് കയറി പോകുന്നത്. കാരണം ഞാൻ നാട്ടിലെ ഡിഗ്രി പഠിച്ചിട്ട് അതിൽ നേരെ ഇങ്ങോട്ട് മാസ്റ്റേഴ്സ് എടുക്കാനാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ചെസ്റ്ററിലാണ് ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ IBM ചെയ്തിട്ടുണ്ടായിരുന്നു, ബിസിനസ് മാനേജ്മെൻറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മാസ്റ്റേഴ്സ്. നാട്ടിൽ ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ച് നാട്ടിൽ ഇംഗ്ലീഷ് എടുത്തിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് എന്താണ് ഈ ബിസിനസ് മാനേജ്മെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ടാകുന്നത്. അതിലൊരു റിപ്ലൈ ഞാൻ വ്യക്തമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. വേറൊന്നുമല്ല, ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ അമ്മയ്ക്ക് നല്ല ആഗ്രഹം ഞാൻ പുറത്ത് പോയിട്ട് പഠിക്കണം എന്നുള്ളതും അവിടെ പോയിട്ട് നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യണം എന്നുള്ളത്. പുറത്ത് പോയി പഠിക്കുന്നതിനേക്കാളും നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യുക എന്നുള്ളത് നല്ലൊരു ആഗ്രഹമുള്ള കാര്യമായിരുന്നു. ഒരു സമയത്ത് അമ്മ അംഗനവാടിയിൽ വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു. അംഗനവാടിയിൽ അമ്മ 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് അമ്മ അംഗനവാടിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ തൊട്ടടുത്തുള്ള അംഗനവാടിയായിരുന്നു. അപ്പം നമ്മളിങ്ങനെ വൈകുന്നേരം നമ്മളിങ്ങനെ ചായ കടിച്ചിരുന്ന സമയത്ത് അമ്മ എപ്പോഴും ഓർമ്മിപ്പിക്കും, 4 വർഷം കൊണ്ടുള്ള സർവീസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓർമ്മിപ്പിക്കും. കാരണം എനിക്ക് 2 ചേച്ചിമാരാണ്. അപ്പം ഇങ്ങനെ ഓട്ടോമാറ്റിക് ഞാൻ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. അപ്പം ഇങ്ങനെ ഓർമ്മിക്കും, കൗണ്ട് ഇടും, 6 വർഷമുള്ളൂ 5 വർഷമുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ ഓരോന്ന് പറയും. അപ്പം ഞാൻ അങ്ങോട്ട് ഡിഗ്രിയുടെ ഒരു അവസാന സമയത്ത് അമ്മ അടുത്ത് ഇങ്ങനെ പറയാം, അമ്മയ്ക്ക് ഇങ്ങനെ UK പോയി പഠിച്ചാൽ കൊള്ളായിരുന്നൊക്കെ ഞാൻ പറയാണ്. അപ്പം അമ്മയ്ക്ക് ഇന്നേക്കാളും ആഗ്രഹം ഞാൻ പുറത്ത് പോയിട്ട് പഠിക്കണം എന്നുള്ളതൊക്കെ. ഫസ്റ്റ് ഞാൻ പ്രിഫർ ചെയ്തത് ഞാൻ കാനഡയായിരുന്നു. അപ്പോൾ കാനഡയ്ക്ക് വേണ്ടിയിട്ട് IELTS കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ഒക്കെ സമയത്തായിരുന്നു ഞാൻ തൃശ്ശൂർ ഒരു കോളേജിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടായിരുന്നു ഞാൻ IELTSൻ്റെയും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണത്. അങ്ങനെ ഒരു സമയത്ത് എനിക്ക് IELTS കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ കുറേ പേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു IELTS എത്ര പെട്ടെന്ന് കിട്ടിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിലും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലൊരു ബാൻഡിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ IELTS കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ കാനഡയ്ക്കുള്ള ആപ്ലിക്കേഷനുള്ള സമയത്താണ് കാനഡയിൽ എന്തൊക്കെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ആ ആപ്ലിക്കേഷൻ ഇട്ടില്ല. പകരം UKക്കാണ് ആപ്ലിക്കേഷൻ ഇട്ട്. ഞാൻ ഫസ്റ്റ് 3 യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെസ്റ്റർ, അതുമാതിരി ഹെഡ്ഫോർഡ്ഷെയർ, അങ്ങനെ ഒരു 3 യൂണിവേഴ്സിറ്റി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി ഫസ്റ്റ് ഞാൻ ഫീസും കാര്യങ്ങളൊക്കെ ചെസ്റ്ററിലെ കുറവായി കണ്ടത്. അങ്ങനെ ഞാൻ ചെസ്റ്ററിലാണ് എൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ മൂവ് ചെയ്തത്. ഏജൻസിക്കാർ പറഞ്ഞ കണക്കിന് ഞാൻ അവിടുത്തെ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തത്. പിന്നെ പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോഴ്സും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അത് ഏജൻസിക്കാർക്ക് വിട്ടുകൊടുക്കരുത്. കാരണം ഞാൻ അവിടെ വന്നിട്ട് കുറേ പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഏജൻസിക്കാർ പെടുത്തിയതാണ് ഈ യൂണിവേഴ്സിറ്റി കോഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെ പേരൊക്കെ ഇങ്ങനെ ഇടണേ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ള വേറൊന്നുമല്ല, നമ്മളെ കോഴ്സും കാര്യങ്ങളും അതുമാതിരി തന്നെ നമ്മളെ യൂണിവേഴ്സിറ്റി ഒക്കെ നമ്മളാണ് ചൂസ് ചെയ്യേണ്ടത്. അതവർക്ക് വിട്ടുകൊടുക്കരുത്. ചിലപ്പോൾ അവരിങ്ങനെ കുറേ കാര്യങ്ങൾ പറയും, ഇന്ന യൂണിവേഴ്സിറ്റി നല്ലതാണ്, നല്ല ചിന്ന കോഴ്സ് നല്ലതെന്നൊക്കെ പറയും. അപ്പം നമ്മൾ ആ കോഴ്സിനെ കുറിച്ചിട്ടും അതുമാതിരി തന്നെ ആ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് നല്ലൊരു റിസർച്ച് നടത്തണം. പിന്നീട് നമ്മൾ അവരെ പേർക്ക് അതേ ഒരു പഴിച്ചാരാൻ നിൽക്കരുത്. അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റായിട്ട് ഞാൻ പറയാണ്, യൂണിവേഴ്സിറ്റിയും നമ്മൾ തന്നെ ചൂസ് ചെയ്യണം. നിങ്ങളിവിടെ വന്നിട്ട് കുറച്ച് ഇംഗ്ലീഷ് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ നിങ്ങൾക്ക് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും നല്ല ഒരു ഇംഗ്ലീഷുകാരെ കമ്പനിയിലും കാര്യങ്ങളൊക്കെ എപ്പോഴും വർക്ക് ചെയ്യണം. കാരണം മലയാളീസിൻ്റെ ഒപ്പം വർക്ക് ചെയ്തതിനാൽ നമ്മൾ കൂടുതൽ
ആ ഒരു എപ്പോഴും മലയാളം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ബെറ്റർ ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഇംഗ്ലീഷുകാരെ അതിൽ എപ്പോഴും വർക്ക് ചെയ്യുക. അതാണ് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മള് നാട്ടിലെ പോലെ നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന സമയത്ത് നമ്മൾ ആരും ജഡ്ജ് ചെയ്യാൻ വരില്ല. ഇവിടെ ഉള്ളവർ അങ്ങനെ ഒരിക്കലും ജഡ്ജ്മെന്റിലാകാൻ വരില്ല. അവർക്ക് എപ്പോഴും അത് കൺവിൻസ് ആയാൽ മതി. അവർക്ക് നമ്മൾ പറഞ്ഞ കാര്യം എപ്പോഴും കൺവിൻസ് ആയാൽ മതി. നമ്മളെ പൊട്ട ഇംഗ്ലീഷ് ഒന്നും അവർ നോക്കൊന്നുമില്ല. പിന്നീട് നമ്മൾ സംസാരിച്ചോടൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷ് ആ ലെവലിലേക്ക് എത്തുക. പിന്നെന്താ പറയാനുള്ളത്, പിന്നെ ഇവിടെ വന്നിട്ട് കുറെ പേര് ചെയ്യുന്ന ഫസ്റ്റ് മിസ്റ്റേക്കാണ് ഇവിടെ വന്നിട്ട് നമ്മൾ പാർട്ട് ടൈം ജോലിയും കാര്യങ്ങളും ഇല്ലാണ്ട് ഫസ്റ്റ് തന്നെ പോയിട്ട് ഫോൺ എടുക്കുക. അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ എപ്പോഴും ഇൻവോൾവ് ആവും. അതെപ്പോഴും ചെയ്ത് എപ്പോഴും അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഇവിടുത്തെ കുറെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ റൂം റെന്റും കാര്യങ്ങളും എക്സ്പെൻസ് ഒക്കെ എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ എന്താ ഡീറ്റെയിൽഡ് വേറെ വീഡിയോ ചെയ്യുക. ഇപ്പൊ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളായിട്ട് പറഞ്ഞു വെക്കാൻ ഞാൻ. കാരണം എനിക്കിപ്പോൾ ഞാൻ നിൽക്കുന്ന റൂം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ റൂമാണ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് 425 പൗണ്ടാണ് പെർ മന്ത് അതിന് കൊടുക്കേണ്ട റെന്റ് എന്ന് പറഞ്ഞാൽ. നാട്ടിൽ ഓൾമോസ്റ്റ് ഒരു 43,000 ഒക്കെ വരുമായിരിക്കും. ഇപ്പോഴത്തെ ഒരു പൗണ്ട് കണക്ക് 116 എന്തോ ഉണ്ട് ഇപ്പോഴത്തെ ഒരു പൗണ്ട് റേറ്റ്. അപ്പോൾ 43,000 ഒക്കെ വരുമായിരിക്കും. 40 എന്തായാലും ഉണ്ട്. എപ്പോഴും നമ്മൾ നാട്ടിലത്തെ എമൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് എപ്പോഴും നല്ലത്. പിന്നെ എക്സ്പെൻസ്, അതായത് ഒരു മാസം വരുന്ന ഫുഡ് എക്സ്പെൻസും കാര്യങ്ങളും അങ്ങനെ നോക്കാറില്ല. ഒരു 50-60 പൗണ്ടിനൊക്കെ മേടിക്കും. ഡിപ്പെൻസ് ആണ്. ചില സമയത്ത് ഞാൻ കൂടുതൽ മേടിക്കും, ചില സമയത്ത് ഞാൻ കുറവ് മേടിക്കുള്ളൂ. എന്നാലും ഒരു 500 പൗണ്ട് 550 പൗണ്ടൊക്കെ എനിക്ക് ടോട്ടൽ എക്സ്പെൻസ് വരാറുണ്ട്. എനിക്ക് ട്രാവൽ എക്സ്പെൻസും കാര്യങ്ങളൊന്നും വരാറില്ല.